ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലെ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും അടുത്തതായിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്കും നേടണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇപ്പം ക്ലാസ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ആ ഒരു ആഗ്രഹം എന്ത് ചെയ്യാണ്, യെസ്, ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പോവാണ് അല്ലെ. ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് നേടണം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ EVSലെ 7ാമത്തെ ചാപ്റ്റർ ആയ കല്ലായി കാറ്റായി അല്ലെങ്കിൽ ആസ്റ്റോൺ ആസ്മിൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഇവിടെ നിങ്ങൾക്ക് 4 കൂട്ടുകാരെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവരുടെ കയ്യിലൊക്കെ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ മുന്നിൽ ഇതാ ഒരു ചെറിയൊരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിൽ എന്താ ചെയ്തിട്ടുണ്ട്, കുറച്ച് വെള്ളവും നിറച്ചിട്ടുണ്ട്. ഇനി ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല്, ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഈ 4 ഒബ്ജക്റ്റുകൾ അവർ മാറി മാറി ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇടുവാണ്. അങ്ങനെ ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആ ഒരു ബക്കറ്റിലെ വെള്ളം നിറഞ്ഞൊഴുകുകയും കുറെ വെള്ളം പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ബ്രിക്സ് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു കട്ട നമ്മൾ ആ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ ഇട്ടപ്പോഴും, അതുപോലെ തന്നെ ഒരു ചെറിയ കല്ല് നമ്മൾ ബക്കറ്റിലെ വെള്ളത്തിൽ ഇട്ടപ്പോഴും ആ ബക്കറ്റിൽ നിന്ന് പുറത്തു പോയ വെള്ളത്തിന്റെ അളവ് ഒരുപോലെയാണോ? അല്ല. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ബക്കറ്റിലെ വെള്ളത്തിൽ നമ്മൾ വസ്തുക്കൾ ഇട്ടപ്പോൾ വെള്ളം നിറഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ വലിയ വസ്തുക്കൾ ഇട്ടപ്പോഴാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് പോയത്. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റിയത്? എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. All objects occupy space. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ചെറിയൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 കൂട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ട്. ഈ 3 കൂട്ടുകാരും അവരുടെ കയ്യിലുള്ള വിവിധ ആകൃതിയിലുള്ള കുപ്പിയിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് വെള്ളം നിറയ്ക്കുവാണ്. അങ്ങനെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് അവർ ഒഴിക്കുന്ന വെള്ളവും എന്താണ്, ആ ഒരു പാത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കുപ്പിയുടെ ആകൃതിയിൽ മാറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ് മക്കളെ? പാത്രത്തിന്റെ ആകൃതി മാറുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ആകൃതിയും മാറുന്നുണ്ട്. അതായത് വെള്ളത്തിന് ഒരു നിശ്ചിതമായ ആകൃതി ഇല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലേ. വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഓക്കെ, അപ്പൊ 2 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ ഇതാ ഈ ഒരു എക്സാമ്പിളിലൂടെ കടന്നു പോയാലോ. ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ആ ഒരു ജലചക്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ജലചക്രത്തിന്റെ പ്രത്യേകത എന്താണ്, അതിൽ വന്ന് വീഴുന്ന ആ ഒരു വെള്ളത്തിന്റെ ശക്തി അനുസരിച്ചാണ് നമ്മുടെ ജലചക്രം ഇങ്ങനെ കറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വേറൊരു പോയിന്റ് കിട്ടി. എന്താ മനസ്സിലായത്? ഒഴുകുന്ന വെള്ളത്തിന് അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആയില്ലേ? അപ്പൊ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ജലത്തിന്റെ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പഠിച്ചില്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇതാ ബക്കറ്റ് ഫിൽഡ് വിത്ത് വാട്ടർ, പോട്ട് ഫിൽഡ് വിത്ത് വാട്ടർ, സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ ആഫ്റ്റർ ഫില്ലിംഗ് വാട്ടർ, അങ്ങനെ 4 ഡിഫറെന്റ് ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഇത് എന്തിനാണ് കാണിച്ചു തന്നതെന്ന് അറിയാവോ? ഈ ഓരോത്തിന്റെയും വെയിറ്റ് നിങ്ങൾ നോക്കിക്കേ. ഒന്ന് 8 കിലോഗ്രാം ആണ്, ഇതിലും 8 കിലോഗ്രാം ആണ്, ഇവിടെ 5 കിലോഗ്രാം ആണ്, അതുപോലെ തന്നെ 1 കിലോഗ്രാം ആണ്. ഇനി ഈ തൂക്കം നോക്കിയ വസ്തുക്കൾ നോക്കിക്കേ മക്കളെ, എല്ലാത്തിന്റെയും തൂക്കം ഒരുപോലെയാണോ? അല്ല അല്ലെ. ഈ വെള്ളം നിറച്ച പാത്രങ്ങൾക്കാണ് നമുക്ക് തൂക്കം കൂടുതലുള്ളതായിട്ട് നമുക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ കൂടുതൽ ഭാരമുള്ളതായിട്ട് നമുക്ക് മനസ്സിലായത്. അതിൽ നിന്ന് നമുക്ക് എന്താണ് നിഗമനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റിയത്? എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട്, വെള്ളത്തിനും എന്താണ് ഭാരമുണ്ട്. ഈ വെള്ളം അടങ്ങിയ ബക്കറ്റിനാണ് വെള്ളമടങ്ങാത്ത അല്ലെങ്കിൽ എംറ്റി ആയിട്ടുള്ള ബക്കറ്റിനേക്കാളും തൂക്കം കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനെ എംറ്റി ആയിട്ടുള്ള ബക്കറ്റിനേക്കാളും ഭാരം കൂടുതൽ. അപ്പൊ നമുക്ക് ഇത് അടുത്തൊരു പോയിന്റ് കിട്ടി. എല്ലാ ഒബ്ജക്റ്റുകൾക്കും എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്, ഭാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എങ്കിൽ ഇതാ അടുത്ത ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ? നമ്മുടെ വീട്ടിലുള്ള അമ്മേനെ പോലെ ഒരു അമ്മേനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മേന്റെ കൂടെ ഇതാ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ചെറിയ പൂച്ചക്കുട്ടിയുണ്ട്. ഇനി അവരെന്താ ചെയ്യുന്നത്? എന്തോ ഒരു വലിയ കലത്തില് വെള്ളം തിളപ്പിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. അങ്ങനെ വെള്ളം തിളപ്പിച്ചപ്പോ ആ വെള്ളത്തിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നീരാവി പോലെ ഒരാള് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അടുപ്പത്തൊക്കെ ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ ജലകണികകൾ, ചെറിയ ചെറിയ വായു കണികൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് മക്കളെ? യെസ്, വാട്ടർ വേപ്പർ
വേപ്പർ ചേഞ്ച് ഇൻ ടു വാട്ടർ വെൻ ഇറ്റ് കൂൾസ്. അതായത് നീരാവി തണുത്താൽ ജലമാകുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് അറിയാലേ ഈ ജലത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് അതിങ്ങനെ ഒഴുകാനുള്ള അതിനൊരു കഴിവുണ്ട് അല്ലെ. ഇങ്ങനെ വെള്ളത്തെ പോലെ അല്ലെങ്കിൽ ജലത്തെ പോലെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഒഴുകുന്ന പദാർത്ഥങ്ങളെ നമ്മളൊരു പേര് വിളിക്കും. അതാണ് നമ്മുടെ ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തില് ഈ ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ജലം പോലെ ഒഴുകുന്ന പദാർത്ഥങ്ങളായ ദ്രാവകങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താലോ. എന്തൊക്കെ പോയിന്റുകളുണ്ട്? ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് പറയാൻ പറ്റും, ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതിയില്ല. ലിക്വിഡ്സ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ദേ ടേക്ക് ദ ഷേപ്പ് ഓഫ് വെസൽ ദാറ്റ് കണ്ടെയ്ൻഡ് ദം. അതായത് ദ്രാവകങ്ങൾ അവ ഉൾക്കൊള്ളുന്ന പാത്രങ്ങളുടെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് ദേ ആർ ഏബിൾ ടു ഫ്ലോ. അവയ്ക്ക് ഒഴുകാനുള്ള കഴിവുണ്ട്. നാലാമത്തെ പോയിന്റ് ദേ ഹാവ് വെയിറ്റ്. അവയ്ക്ക് എന്തുണ്ട് മക്കളെ? ഭാരമുണ്ട്. ഇനി അടുത്ത പോയിന്റ് ആണ് ദേ ഓക്യുപ്പൈ സ്പേസ്, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പൊ നമ്മുടെ കല്ലായി കാറ്റായി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ മുഴുവനായിട്ട് ഒന്നുകൂടി കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങളെ ഫുൾ സെറ്റ് ആക്കാൻ വേണ്ടി റിവിഷൻ ക്ലാസ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ സ്വന്തം ക്രിസ്മസ് എക്സാമിന് എങ്ങനെയാണോ പരീക്ഷ പേപ്പറിൽ കാണുന്നത് അതുപോലെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നമ്മുടെ ആപ്പിൽ, അതായത് നമ്മുടെ സ്വന്തം പ്രാണ ബാച്ചിൽ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കുക. അടിപൊളിയായിട്ട് നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.